യെല്ലോ ഗായ്സ്, നമ്മൾ റാൻഡം ആമസോൺ ഫൈൻസ് ആയിട്ട് ഞാൻ പിന്നെയും എത്തിരിക്കുകയാണ്. അത് കൂടെ ഒന്നേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, ഇത് രണ്ടാമത്തതാണ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ഹസീവ് പേപ്പർ. അപ്പോൾ ഇതാണ് സാധനം. എന്നെപ്പോലെ ഈ ജേർണലിങ്ങിന്റെ ഭ്രാന്തുള്ളവർക്ക് ഇത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും കേട്ടോ. ഞാനൊക്കെ ജങ്ക് ജേർണലിംഗ് ആണ് ചെയ്യാറ്. അങ്ങനത്തെ ത്വരയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് വളരെയധികം നല്ലൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പം സാധാരണ നമ്മൾ ഈ ഫോട്ടോസ് ഒക്കെ പ്രിന്റ് എടുക്കുകയാണെങ്കിൽ വെറുതെ ഗമ്മൊക്കെ വെച്ച് തേച്ച് പണ്ടറിഞ്ഞ് ഒട്ടിക്കണല്ലോ, എന്തൊരു മെസ്സിയാണ്. അതുപോലെ തന്നെ സ്റ്റിക്കേഴ്സിനൊക്കെ എന്തൊരു വിലയാണ്. ഇതിപ്പോൾ ഒരു പ്രശ്നമില്ല. പിൻട്രസ്റ്റിലേക്ക് പോവുക, സാധനങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൽ അങ്ങോട്ട് പ്രിന്റ് എടുത്താൽ മതി. ഇതാകുമ്പോൾ വെട്ടിയെടുത്ത് സ്റ്റിക്കർ റെഡി. അപ്പോൾ ഇത് റിവ്യൂ ഒക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ കുറെ പേര് നെഗറ്റീവ് പറയുന്നുണ്ട്, കുറെ പേര് പോസിറ്റീവ് പറയുന്നുണ്ട്. അതിപ്പം എല്ലാ ബ്രാൻഡിന്റെ ഞാൻ നോക്കിയപ്പോഴും ഈ അഡ്ഹസീവ് പേപ്പറിൽ ഞാനിങ്ങനെ കുറെ നെഗറ്റീവ് കാണുന്നുണ്ട്, കുറെ പോസിറ്റീവ് കാണുന്നുണ്ട്. പിന്നെ അത് നോക്കിയില്ല, അതായത് ഈ ബ്രാൻഡാണ് ട്രൂ ആലി ബ്രാൻഡ് എന്നാണ് ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്ന്. അപ്പോൾ എന്തായാലും ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് സ്റ്റിക്കേഴ്സ് കുറച്ച് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പോയിട്ട് പ്രിന്റ് എടുത്ത് നോക്കട്ടെ, ഇത് സ്പ്രെഡ് ആവോ ഇല്ലേ ഒന്നും അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, നെഗറ്റീവ് കണ്ടിട്ട് പോസിറ്റീവ് കണ്ടിട്ട് റിവ്യൂസ് വായിച്ചപ്പോൾ എന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ച് വാങ്ങിച്ചതാണ്. ഞാൻ പോയിട്ട് പ്രിന്റ് എടുത്തിട്ട് വന്ന് കാണിച്ചു തരാം. നൈസ്, കൊള്ളാട്ടോ, ആ ലൈക്ക് ഇറ്റ്. ഇതിന്റെ ഇവിടെ ഈ രണ്ട് ഭാഗം കണ്ടില്ല, അവിടെയും കൂടി എന്റെ ഏതെങ്കിലും ഒരു തലയോ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാമായിരുന്നു. കാരണം ഇത്രയും സ്പേസ് ഞാൻ വെറുതെ കളഞ്ഞതിൽ എനിക്ക് ലേശം സങ്കടമുണ്ട്. ഇതിപ്പോ തൊട്ട് നോക്കിയിട്ടൊന്നും മായുന്നൊന്നുമില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് ആ നെഗറ്റീവ് റിവ്യൂസ് കാര്യമാക്കേണ്ട കാര്യമില്ല. അതിന് അതിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്ത് ഇങ്ങനെ സ്മഡ്ജ് ആവുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഇത് ഞാനിപ്പോൾ പിൻട്രസ്റ്റിൽ നിന്ന് ഞാൻ 4 ഡൗൺലോഡ് ചെയ്തിട്ട് അതിങ്ങനെ വെച്ച് എടുത്തതാണ്. ലേശം കുറച്ചധികം, അത് നോർമൽ പേപ്പർ പ്രിന്റ് എടുക്കുന്നതിനെക്കുറിച്ച് ലേശം കൂടി ഒരു ഇത്തിരി സമയം എടുക്കും. കാരണം ഇത് മൊത്തം അങ്ങോട്ട് സാധനം ആക്കി വരണമല്ലോ. പക്ഷെ എന്തായാലും സംഭവം കൊള്ളാം. ഇനി ഞാൻ മുറിച്ചിട്ട് ഏതെങ്കിലും ഒരു നോട്ട്ബുക്കിന്റെ മുകളിൽ ഒട്ടിച്ച് നോക്കിയിട്ട് ഞാൻ ഗൺസ് കയറാം കേട്ടോ. ഒരെണ്ണം മുറിച്ചെടുത്തു. പക്ഷേ ആൾക്കാരൊക്കെ പെട്ടെന്ന് തന്നെ ഇതിന്റെ ബാക്കത്തെ സാധനം പീൽ ചെയ്തിട്ട് ഒട്ടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് എനിക്ക് കുറച്ച് നേരമായിട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ബാക്ക് അങ്ങനെ ഇങ്ങോട്ട് പറിച്ചെടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ അതിന്റെ ഒരു നേക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുമായിരിക്കും തോന്നുന്നു. അപ്പൊ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിട്ടി നമുക്ക് കിട്ടിയിരിക്കുന്നു നമ്മുടെ ഫസ്റ്റ് സ്റ്റിക്കർ. എൻ്റെ ഒരു നോട്ട്ബുക്കിൽ ഞാൻ ഒട്ടിച്ച് കലാപരിപാടിക്ക് ഞാൻ ആരംഭം കുറിക്കുകയാണെന്ന് അറിയിച്ചു കൊള്ളുന്നു. ഓ മൈ ഗോഡ്, എൻ്റെ ഫസ്റ്റ് സ്റ്റിക്കർ. അത് ഞാൻ തന്നെ ഉണ്ടാക്കിയ സ്റ്റിക്കർ. ലേശം പറഞ്ഞ പോലെ ലേശം പണി കിട്ടും എനിക്കതൊന്ന് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ കുഴപ്പമില്ല, ഒരു ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് കുറച്ചും കൂടി ചെറുതാണല്ലോ, എല്ലാത്തിനും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് കുറച്ച് ചെറുതാണല്ലോ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്തായാലും ഇത് ഞാൻ ലേശം ആദ്യം പറിച്ചിട്ടുണ്ട് സ്റ്റിക്കർ പറിക്കാൻ വേണ്ടി നോക്കുമ്പോൾ. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്ത് പ്രാക്ടീസ് മേക്സ് ഞാൻ പെർഫെക്റ്റ് എന്നാണല്ലോ. എന്തായാലും സാധനം ഞാൻ ടാഗ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ അത് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ റാൻഡം ഫൈൻസ് എപ്പിസോഡ് ഇവിടെ കഴിയുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ശരി, ബൈ ബൈ.